നമസ്കാരം. ഇന്ന് ജ്യോതിഷത്തില് ഗ്രഹങ്ങളുടെയും രാശികളുടെയും ബലാബലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഉദയേ ബുധഗുരു മനുജാബലിന മധ്യേ ചതുഷ്പദാർക്ക കുജാഹ ഹിബുകെ അംബുഗാമി ശശിനോ ഭൃഗുശ്ച ശേഷാസ്തഥാ അസ്തമയേ. രണ്ടാം അധ്യായത്തിൽ 12-ാം ശ്ലോകത്തിൽ കൃഷ്ണത്തിൽ പറയുന്നു. ഗ്രഹങ്ങള് ഓരോ രാശികളിൽ നിൽക്കുമ്പോഴുള്ള ബലാബലത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന ബുധനും വ്യാഴവും ബലവാന്മാരാകും. മനുഷ്യരാശിയിൽ ലഗ്നമായിരുന്നാൽ അവയും ബലമുള്ളവയാവും. മനുഷ്യരാശി, ചതുഷ്പാത് രാശി, സരീസൃപ രാശി എന്നിങ്ങനെ വിഭജിച്ചതിൽ മനുഷ്യരാശിയിൽ ലഗ്നമായിരുന്നാൽ അത് ബലമാണ്. 10-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സൂര്യനും കുജനും ബലമുള്ളവയാവും. ചൊവ്വയ്ക്കും സൂര്യനും 10-ാം ഭാവരാശിയിൽ നിന്നാൽ അധികം ബലമുണ്ട്. 10-ാം ഭാവത്തിൽ വരുന്ന ചതുഷ്പാത് രാശികളും ബലമുള്ളവയാവും. ഈ ചതുഷ്പാത്തുകളാണ് സൂര്യനും ചൊവ്വയും. അതുപോലെ തന്നെ ചതുഷ്പാത് രാശികൾ 10-ാം ഭാവമായിട്ട് വന്നാലും ബലമാണ്. 4-ൽ ചന്ദ്രനും ശുക്രനും ബലമുള്ളവരാകും. 4-ൽ ജലരാശികളായി വന്നാലും അതിൽ ചന്ദ്രനും ശുക്രനും ബലമുള്ളവർ. 4-ാം ഭാവത്തിൽ ജലരാശികൾക്ക് ബലം, 4-ാം ഭാവത്തിൽ ചന്ദ്രനും ശുക്രനും ബലം. ചതുഷ്പാത് രാശികൾക്ക് 10-ാം ഭാവത്തിൽ ബലം, ചതുഷ്പാത് ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യനും ചൊവ്വയ്ക്കും 10-ാം ഭാവത്തിൽ ബലം. നരരാശികളായിട്ട് വന്നാലും ആ നരരാശികള് ലഗ്നമായിട്ട് വന്നാൽ അതിനധികം ബലം. നരരാശികൾ എന്ന് വെച്ചാൽ മിഥുനൻ രാശി, കന്നി രാശി, തുലാം രാശി, ധനുവിന്റെ ആദ്യത്തെ പകുതി, കുംഭരാശി, ഇങ്ങനെയാണ് നരരാശികൾ. ചതുഷ്പാത് രാശികൾ എന്ന് വെച്ചാൽ മേടടവം, ചിങ്ങം, അതുപോലെ തന്നെ ധനുവിന്റെ രണ്ടാമത്തെ പകുതി, മകരവും. 10-ാം ഭാവത്തിൽ വരുന്ന ചതുഷ്പാത് രാശികളും ബലമുള്ളത്. 4-ൽ ചന്ദ്രനും ശുക്രനും ബലമുള്ളത്. 4-ൽ ജലരാശികളായി വന്നാലും അതിൽ ചന്ദ്രനും ശുക്രനും ബലമുള്ളവരാണ്. 7-ൽ കീടരാശികളും ചന്ദ്രനും രാഹുവും ബലമുള്ളവരാണ്. കീടരാശി എന്ന് വെച്ചാൽ കർക്കിടകവും അതുപോലെ തന്നെ വൃശ്ചികവും കീടരാശി എന്ന്. കർക്കിടക രാശി 4-ലും 7-ലും ബലമുള്ളതാണ്. അത് കീടരാശിയും ജലരാശിയുമാണ്. കർക്കിടകത്തിൽ ചന്ദ്രനും രാഹുവിനും ബലമുള്ളതാണ്. കർക്കിടകം ചന്ദ്രന്റെ സ്വക്ഷേത്രമാണ്. അത് ജലരാശി എന്നുള്ളതിൽ ചന്ദ്രനെ നിൽക്കാൻ ബലം കൂടുതലാണ്. കീടരാശി എന്നുള്ളതിൽ രണ്ടിലും പെടും. വൃശ്ചിക കീടരാശി എന്നുള്ളതിലും കർക്കിടകം ജലരാശി, കീടരാശി എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. അതുകൊണ്ട് കർക്കിടകത്തില് രാഹുവിന് ബലമാണ്. 7-ാം ഭാവരാശി കീടരാശിയായിട്ട് വന്നാൽ അവിടെ ചന്ദ്രന് ബലമുണ്ട്, രാഹുവിനും ബലമുണ്ട്. വ്യാഴം, സൂര്യൻ, ശനി എന്നിവർ പകൽ സമയം ബലമുള്ളവരാണ്. വ്യാഴം, സൂര്യൻ, ശനി എന്നിവർ പകൽ സമയം ബലമുള്ളവർ. ഇവർക്ക് രാത്രിയിൽ ബലക്കുറവാണ്. ബുധന് പകലും രാത്രിയും ബലമുണ്ട്. മറ്റുള്ള ഗ്രഹങ്ങൾ ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, രാഹു, കേതു എന്നിവർക്ക് രാത്രിയിൽ ബലമുണ്ട്. ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, രാഹു, കേതു. ഈ 10-ാം ഭാവരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചൊവ്വയ്ക്ക് ബലം എന്ന് പറഞ്ഞാൽ അവർക്ക് 4-ാം ഭാവരാശിയിൽ ബലം കുറയും എന്നർത്ഥം. അതുപോലെ തന്നെ ലഗ്നത്തില് നിൽക്കുന്ന ബുധനും വ്യാഴവും മനുഷ്യരാശിയിൽ നിന്നാൽ നല്ല ബലമുണ്ട്. പക്ഷെ അതിന്റെ 7-ാം രാശിയിലാണെങ്കിൽ അത്രയും ബലം ഉണ്ടാവില്ല. അങ്ങനെയും കാര്യങ്ങൾ മനസ്സിലാവും. ശുഭഗ്രഹങ്ങൾക്ക് ശുക്ലപക്ഷത്തിലും പാപഗ്രഹങ്ങൾക്ക് കൃഷ്ണപക്ഷത്തിലും ബലം കൂടുതലാവും. ചന്ദ്രന് ശുക്ലപക്ഷത്തിലും സൂര്യന് ഉത്തരായനത്തിലും ബലാധിക്യമുണ്ട്. മറ്റുള്ള ഗ്രഹങ്ങൾക്ക് വക്രഗതിയിലും അനുവക്രഗതിയിലും ഉള്ള കാലത്ത് ബലം വരും. ഏത് സ്ഫുടത്തിൽ വെച്ചാണോ വക്രം തുടങ്ങുന്നത്, വക്രം കഴിഞ്ഞ് അവിടെ തിരിച്ചെത്തുന്നവരെയുള്ള ഗ്രഹത്തിന് ബലമുണ്ടായിരിക്കും. വക്രത്തിന്റെ കാര്യം നൽകുക. പ്രദക്ഷിണഗതിയുള്ളവരും സ്നിഗ്ധഗ്രഹങ്ങളും രശ്മ്യാധിക്യമുള്ളവരും ഗ്രഹയുദ്ധത്തിൽ ഉത്തരവാദിത്തം നിൽക്കുന്നവരും ബലമുള്ളവരായിരിക്കും. പ്രദക്ഷിണഗതിയുള്ളവരും സ്നിഗ്ധഗ്രഹങ്ങൾ
എന്നുവെച്ചാല് ശുക്രൻ, ചന്ദ്രൻ തുടങ്ങിയത്. രശ്മ്യാധിക്യമുള്ളവരും ഗ്രഹയുദ്ധത്തിൽ ഉത്തരവാദിത്തം നിൽക്കുന്നവരും ബലമുള്ളവരാണ്. അതായത് യുദ്ധത്തില് ആദ്യ രാശി കടന്നു പോകുന്നവർ ആണ് ഉത്തരവാദിത്തം നിൽക്കുന്നു എന്ന് പറയും. അതൊരു ബലമുള്ളവരാണ്. ഉദയം തുടങ്ങി 10ാം രാശി മുതൽ 3ാം രാശി വരെയുള്ള 6 രാശികൾ ബലമുള്ളവയാണ്. 10, 12, 12, 1, 2, 3. 4ാം ഭാവരാശി മുതൽ 9ാം രാശി വരെ ബലം കുറയും. ലഗ്നത്തിന് ലഗ്നാധിപൻ ഗുരു, ബുധൻ എന്നിവരുടെ സ്ഥിതിയോ ദൃഷ്ടിയോ ഉണ്ടായാൽ ബലമാണ്. ലഗ്നത്തിന് അതിന്റെ അധിപനം ശുഭന്മാരെ നോക്കും. ചിങ്ങം മുതൽ 6 രാശികൾ പകൽ ബലമുള്ളവയും കുംഭം മുതൽ 6 രാശികൾ രാത്രി ബലമുള്ളവയും. ഉദയരാശിയുടെ കേന്ദ്രരാശികൾ ബലമുള്ളവയാണ്. 2ാം രാശി പണപര രാശികൾ മധ്യമ ബലമുള്ള. 12 രാശിയും അതിന്റെ കേന്ദ്രരാശികൾ അപോക്ലിമ രാശിയിൽ ബലം കുറഞ്ഞവയാവും. കേന്ദ്രം, പണപരം, അപോക്ലിമ. കേന്ദ്രത്തിലെ ഗ്രഹങ്ങൾ ജീവിതത്തിന്റെ ആദ്യ ഭാഗത്തും പണപരത്തിലെ ഗ്രഹങ്ങൾ മധ്യഭാഗത്തും അപോക്ലിമത്തിലെ ഗ്രഹങ്ങൾ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഫലം നൽകും. പൂർവപക്ഷത്തിലെ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ലഗ്നരാശിക്ക് ബലമുണ്ട്. ക്ഷീണചന്ദ്രനായാൽ ബലമില്ല. ദിവാത് രാശികളും ഗ്രഹങ്ങളും പകൽ ബലമുള്ളവർ. ദിവാത് രാശികൾ നേരത്തെ മനുഷ്യരാശികളായിട്ട് പറഞ്ഞാണ് ഈ കാര്യം. ഗ്രഹങ്ങൾ 2 കാലമുള്ളത് ബുധൻ, വ്യാഴം. ചതുഷ്പാത് രാശികൾ രാത്രി അധികം ബലമുണ്ട്. കീടരാശികളും കീടഗ്രഹങ്ങളും 2 സന്ധ്യകളിലും ബലമുണ്ട്. കീടരാശികൾക്കും കീടഗ്രഹങ്ങൾക്കും രാഹു പോലുള്ളവരും. കീടരാശികൾ എന്ന് വെച്ചാൽ വൃശ്ചിക രാശി, കർക്കിടക രാശി. ബലമുണ്ടെന്ന് പറഞ്ഞ രാശിയും ഭാവവും ഗ്രഹവും അതിന്റെ 7ാം രാശിയിലും മറ്റു ഭാഗങ്ങളിലും ബലക്കുറവായിരിക്കും. അങ്ങനെയാണ് ഇത്. പൊതുവെ ഭാവത്തിന്, രാശിക്ക് വരുന്ന ഭാവരാശി എന്നിവയുടെ ബലത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഗ്രഹങ്ങളുടെ ബലങ്ങളെ പറ്റിയല്ല. രാശി അതുപോലെ തന്നെ ഭാവം. ഇന്ന രാശി ഇന്ന ഭാവമായിട്ട് വന്നാൽ ബലമുണ്ട് എന്നത് പറയും. ആ വിഷയം വളരെ വിശദമായി തന്നെ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഗ്രഹങ്ങളുടെ ആശ്രയ രാശിബലം, ഉച്ചബലം, അതുപോലെ തന്നെ മറ്റു ബലങ്ങളെ പറ്റി, സ്ഥാനബലം തുടങ്ങിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്.